നിരവധി ട്രെയിൻ അപകടങ്ങളാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടത്. നിരവധി പേരുടെ ജീവനാണ് ഇതിലൂടെ നഷ്ടമായത്. ഇപ്പോഴിതാ തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് ജാർഖണ്ഡിലുണ്ടായ ഏറ്റവും പുതിയ അപകടത്തിൽ 2 പേർ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: അവർക്ക് റെക്കോർഡ് പേപ്പർ ചോർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേ അപകടങ്ങളും. വലിയ അവകാശവാദങ്ങൾ മാത്രമാണ് ഈ സർക്കാർ ഉന്നയിക്കുന്നത്. ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നാണ് അഖിലേഷ് പറഞ്ഞത്. തുടർച്ചയായ റെയിൽ അപകടങ്ങളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും അപകടങ്ങൾ തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു. ഞാൻ ഗൗരവമായി ചോദിക്കുന്നു, ഇതാണോ ഭരണം? മിക്കവാറും എല്ലാ ആഴ്ചയിലും ഈ പേടി സ്വപ്നങ്ങളുടെ പരമ്പര. റെയിൽവേ ട്രാക്കുകളിൽ മരണങ്ങളുടെയും പരിക്കുകളുടെയും അനന്തമായ ഘോഷയാത്ര. എത്ര കാലം നമ്മൾ ഇത് സഹിക്കും? കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്ക് അവസാനമുണ്ടാക്കില്ലേ? മമത എക്സിൽ കുറിച്ചതാണ് ഇങ്ങനെ. ലജ്ജാകരമായ നിസ്സംഗത എന്ന് ആരോപിച്ച് റെയിൽ സംബന്ധമായ അപകടങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതികരണത്തെ ശിവസേന MP പ്രിയങ്ക ചതുർവേദിയും ചോദ്യം ചെയ്തു. ഇതുവരെ എത്ര അപകട മരണങ്ങൾ ഉണ്ടായി എന്നതിന് ഒരു കണക്കുമില്ല. എന്തെങ്കിലും ഫലമുണ്ടായി എന്നും തോന്നുന്നില്ല. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക, അന്വേഷണം വാഗ്ദാനം ചെയ്യുക, മറ്റൊരു PR ഇൻസ്റ്റഗ്രാം റീലിലേക്ക് മാറുക എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ റെയിൽ മന്ത്രി എന്ന് വിശേഷിപ്പിച്ച പ്രിയങ്ക ട്രെയിനുകളിലെ തിരക്കിനെ കുറിച്ചും പരാമർശിച്ചു. ആളുകൾ ശുചിമുറിയിൽ ഇരുന്നാണ് യാത്ര ചെയ്യുന്നതെന്നും സർക്കാരിന് നാണമില്ലേ എന്നുമാണ് അവരുടെ ചോദ്യം. തീവണ്ടി അപകടങ്ങൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രാലയത്തിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ സുസ്മിത ദേവും സാഗരിക ഘോഷും ആരോപിച്ചു. റെയിൽവേയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം സോഷ്യൽ മീഡിയയിൽ റീൽസ് ഉണ്ടാക്കുന്നതിലാണ് റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയെന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ചയും വിമർശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ജാർഖണ്ഡിലെ സൊറൈഖല ഗർസവൻ ജില്ലയിൽ ഹൗറ മുംബൈ മെയിലിന്റെ 18 കോച്ചുകൾ പാളം തെറ്റിയാണ് അപകടമുണ്ടായത്. ചക്രധർപൂരിനടുത്തുള്ള ഭാര ബാംബു ഗ്രാമത്തിൽ പുലർച്ചെ 3:45ഓടെയായിരുന്നു അപകടം. പാളം തെറ്റിയ വിവരം അറിഞ്ഞയുടൻ ആംബുലൻസുകളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി. സമീപത്ത് മറ്റൊരു ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയെന്ന വാർത്തയും വരുന്നുണ്ട്. ട്രെയിൻ പാളം തെറ്റിയ വിവരം സ്ഥിരീകരിച്ച് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ വക്താവ് ഓം പ്രകാശ് ചരൺ രംഗത്ത് വന്നിരുന്നു. എന്നാൽ 2 അപകടങ്ങളും ഒരേ സമയം സംഭവിച്ചതാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല.